നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രതീക്ഷകളും സമ്പാദ്യവും ജീവിതത്തിൻ്റെ വഴികളുമൊക്കെ അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങൾ. അങ്ങനെയൊരു സന്ദർഭത്തിലൂടെ കടന്നുപോയൊരു അമ്മയുടെ കഥയാണ്. ഇസ്രയേലിൽ കടുത്ത ക്ഷാമമുണ്ടായി. അവിടെ ഒരു വിധവയുടെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നത് ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രമായിരുന്നു. അവൾ തന്റെ മകനോട് പറഞ്ഞു, ഇത് അവസാനത്തെ ഭക്ഷണമാണ്, അതിനുശേഷം മരണം മാത്രമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അപ്പോഴാണ് ദൈവം ഏലിയാവിനെ അവളുടെ അടുക്കിലേക്ക് അയച്ചത്. ഏലിയാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ആദ്യം എനിക്കൊരു ചെറിയ അപ്പം ഉണ്ടാക്കൂ. ദൈവം അരുളി ചെയ്യുന്നു, ക്ഷാമം തീരുന്നതുവരെ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകുകയും ഇല്ല. ഇത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ വീട്ടിലെ കലവറ മുഴുവനും നിറഞ്ഞില്ല, വലിയ സമ്പത്തുമൊന്നും അവർക്ക് ലഭിച്ചില്ല. പക്ഷെ ഓരോ ദിവസവും വേണ്ടത് ദൈവം അവർക്ക് നൽകി. ഓരോ തവണ ആ പാത്രം തുറക്കുമ്പോഴും അവർക്കാവശ്യമായ മാവ് ഉണ്ടായിരുന്നു. ഓരോ തവണ ഭരണി തുറക്കുമ്പോഴും അവർക്കാവശ്യമായ എണ്ണയും ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു വലിയ ജനക്കൂട്ടത്തിനു വേണ്ടി നടന്ന ഒരു അത്ഭുതമല്ല ഇത്. ഒരു സാധാരണ കുടുംബത്തിനു വേണ്ടി ദൈവം ചെയ്ത കരുതലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ലോകത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എൻ്റെ ഈ ചെറിയ പ്രശ്നം ദൈവം കണക്കിടുമോ, ശ്രദ്ധിക്കുമോ? എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം, അതെ, ദൈവം താങ്കളുടെ ആവശ്യം കാണുന്നു, അറിയുന്നു. ഓരോ ദിവസവും നമുക്ക് വേണ്ട കൃപ ദൈവം ഉറപ്പായും നൽകും. കലത്തിലെ മാവ് തീർന്നു പോകാതെ, ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ, ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പാത്രങ്ങൾ ശൂന്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും തീരുകയില്ല. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.